പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മക്കളെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ, മക്കളെ സംരക്ഷിക്കാൻ വേണ്ട വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തില് ഈ മക്കൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും, എന്റെ പൗരോഹിത്യ ശുശ്രൂഷയില് അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളാരും നഷ്ടപ്പെട്ടു പോകാതെ ലോകത്തിന്റെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ, ലോകാരൂപിയുടെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, ജഡികാസക്തികളുടെ പിന്നാലെ, അതോടൊപ്പം തന്നെ രോഗത്തിനോ മാനസിക ഡിപ്രഷനോ ഭയത്തിനോ അടിമപ്പെട്ടു പോകാതെ കർത്താവേ, ഞങ്ങളുടെ മക്കളെ പൊന്നുപോലെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥത്തിലും യൗസപിതാവിന്റെ ശക്തമായ മധ്യസ്ഥത്തിലും ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ, ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ മക്കളെയും എല്ലാ നാശത്തിൽ നിന്നും, എല്ലാ തകർച്ചയിൽ നിന്നും, എല്ലാ പൈശാചിക പിടിയിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ പിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഇവരുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കളെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി അമ്മമാരുടെ വേദന, അപ്പന്മാരുടെ സങ്കടം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂട്ടായ്മയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു വേദനയാണ്. പരിശുദ്ധ അമ്മ തന്റെ മകനെ കാണാതായപ്പോ, യോസേപ്പിതാവ് ഈശോയെ കാണാതായപ്പോ, അവർ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യാകുലമായിരുന്നു നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ എല്ലാവരുടെയും വലിയ വേദന, മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വേദന മറ്റതിനേക്കാളും വലിയ വേദന. ആ ഒരു വേദന പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്ന മക്കൾ അവരുടെ ആത്മാക്കളെ പ്രതി ആ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, വഴുതിട്ട് പോകാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ചേർത്ത് പിടിച്ച് അനേക മക്കള് വീണ്ടും അതിലേക്കൊന്ന പോലെ വീണു പോകുമ്പോ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടും എന്ന് ഞാൻ ഓർക്കുക. അനേകം മാതാപിതാക്കൾ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും, അതിനു മുമ്പ് തന്നെ ചിലവന്മാരുടെ കെണി ചെന്നപ്പെട്ട്, ലൗകികാതി ചെന്നപ്പെട്ട്, അക്രൈസ്തവരുമായിട്ട് പ്രേമബന്ധത്തിൽ കുടുങ്ങി അപ്പനും അമ്മയെ കുടുംബത്തെ വിട്ട് പടിയിറങ്ങി പോകുമ്പോ ഇതുമാത്രം വേദനിക്കുന്ന മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വേദന ഇന്ന് അനേകം മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തുന്നു. നമ്മളതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. നമുക്കറിയാം, ആ വ്യാകുലം അനുഭവിച്ച പരിശുദ്ധ അമ്മ യോസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഈ മക്കളെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി അവിടേക്ക് തന്നെ ചെല്ലുക. ഞാനൊരു കാര്യം ഉറപ്പു പറയാം, നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നത് ആദ്യം ദേവാലയത്തിലാണ്. നമ്മുടെ മക്കളെ പ്രാർത്ഥനയിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് പടിയിറങ്ങി പോയത് നമ്മൾ കാണാതെ പോയ ഒരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഈ മക്കളെ ദേവാലയ ബന്ധത്തില് ആഴപ്പെടുത്തി വളർത്തുന്നതിൽ ഈ ദിവസങ്ങളില് നമ്മൾ ടോക്കുകളും മാതാവിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ധ്യാനിച്ചപ്പോ അനേകം പേര് അച്ഛനെ വിളിച്ചു, അച്ഛാ ഇങ്ങനെയൊന്നും മക്കളെ വളർത്തി, അത് ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. നിന്റെ അമ്മച്ചി വന്നിട്ട് കരഞ്ഞു പറയാം, അച്ഛാ ഞങ്ങൾ വളർത്തേണ്ട പോലെ മക്കളെ വളർത്തിയില്ല. അതിന്റെ വേദന നൊമ്പരം. ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയപ്പോ ഈശോ ദേവാലയം തന്നെയുണ്ട്. നമ്മുടെ മക്കള് എന്ത് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും ഞാൻ പറയും, ദേവാലയത്തിൽ ഓടി വരണം. ഒരു രോഗം വന്നു, പ്രശ്നം വന്നു, ഒരു പാപത്തിൽ വീണു,
ഒരു പരാജയം സംഭവിച്ചു, എന്ത് പറ്റിയാലും നമ്മുടെ മക്കൾക്കൊരു ദേവാലയ ബന്ധം. പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതമായിരിക്കണതല്ലേ. നമ്മുടെ മക്കള് ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതനാകത്തക്ക വിധം നമ്മുടെ മക്കളെ ദേവാലയത്തിലും ദൈവികമായ കാര്യത്തിലും ചെറുപ്പം മുതലേ അവരെ അതിൽ വളർത്തണം. അതിലൊക്കെ നമ്മൾ ഒത്തിരി പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഉണ്ണീശോയെ നമുക്കറിയാം, ദൈവഹിതത്തിന് അതുപോലെ ജീവിച്ചവരാണ്. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ്, പിതാവിന്റെ ഇഷ്ടം അറിഞ്ഞ് അതിനുവേണ്ടി ജീവിച്ചവർ. നമ്മളും നമ്മുടെ മക്കളും അതിനുവേണ്ടി ജീവിക്കേണ്ടവരാ. അതിനുവേണ്ടി അത് ചെറുപ്പത്തിലെ മുതൽ നമ്മുടെ മാതൃക കണ്ട്, നമ്മുടെ പരിശീലനം കണ്ട്, നമ്മുടെ പ്രാർത്ഥന കണ്ട് ഈ മക്കളും അത് പഠിക്കണം. ഇന്ന് സത്യം പറയട്ടെ, നമ്മുടെ കുടുംബത്തില് ഈ ഒരു സത്യം മറന്നുപോയി. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വളർത്തുന്നു, വിദേശത്തേക്ക് വേണ്ടി വളർത്തുന്നു, ജോലിക്ക് വേണ്ടി വളർത്തുന്നു, ഈ ലോകത്തിന്റെ പല കാര്യങ്ങൾക്കും വേണ്ടി വളർത്തുന്നു. എന്നാൽ ദൈവത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, നമ്മുടെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ദൗത്യ നിർവഹണത്തിനു വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ വളർത്തുന്നില്ല. ഇത് നമ്മൾ പഠിക്കണം. ഞാൻ ഇന്ന് അനേക മക്കളെ പഠിച്ചപ്പോ മനസ്സിലാക്കിയ സത്യമാണ്, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ഇന്ന് വേദനയോടെ പറയട്ടെ, 12 ഒക്കെ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ മക്കളെ പറിച്ച് വിദേശത്തേക്ക് പറഞ്ഞു വിടുന്നത് ഏറ്റവും വലിയ മക്കളോട് ചെയ്യാവുന്ന ദ്രോഹമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞോ 17 വയസ്സ്, പ്രായപൂർത്തി പോലുമായിട്ടില്ല. ആ സമയത്ത് ഈ കൊച്ചിന് കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ദേശത്ത് നിന്ന് പോലും പറിച്ച് നാശത്തിന് വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾ. ഒത്തിരിയേറെ മക്കൾ നഷ്ടപ്പെട്ടു പോയ കഥകളും സംഭവങ്ങളും പറഞ്ഞു വിളിക്കുമ്പോ സങ്കടം വരും മക്കൾ. ഞാൻ ഇന്ന് ശരിക്കും ആലോചിക്കുകയാണ്, അതിനെ കുറിച്ചൊക്കെ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല. നമ്മുടെ മക്കളെ കുഞ്ഞുനാളിലെ പറിച്ചെറിയുന്ന, അതെങ്ങോട്ടേക്ക് പോണേ? അവിടെ ചെന്നിട്ട് കാണിക്കുന്നെന്ന് പറയാൻ പറ്റില്ല, പെട്ടുപോകുന്ന മക്കൾ. ഒത്തിരിയേറെ സംഭവങ്ങൾ, അനുഭവങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഇങ്ങനെ പെട്ടുപോയ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഇങ്ങനെ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് കൂട്ടുകാര് എല്ലാവരും ഇങ്ങനെ ടീമാ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പറയാ, അവനോട് ചെന്നു നല്ല പ്രാർത്ഥനയിൽ പോയതാ. കൂട്ടുകാരൊക്കെ ഡ്രഗ് അഡിക്ട്സ്, കൂട്ടുകൂടാൻ പോകുന്നു, കറങ്ങാൻ പോകുന്നു. കുറെ പേര് ലിവിങ് ടുഗദർ, കൂടെ ഒരാളുണ്ട്, ഒരുത്തനുണ്ട്, ഒരുത്തിയുണ്ട്, അവിടെ കൊടുത്ത് താമസിക്കുന്നു. ബാക്കി പറയണ്ട. അങ്ങനെ പോണ മക്കൾ ഇവനകത്ത് പറ്റണില്ല. അങ്ങനെ ഇവനെ കളിയാക്കി പരിഹസിച്ച് നിൽക്കാനൊന്നും കഴിവില്ല. അങ്ങനെ ഈ ചെറുക്കൻ പാവം ഒരു മസാജിങ്ങിന് പോയി. അവിടെ ചെന്നും പിന്നെ കാര്യം പറയണ്ടല്ലോ, കുറ്റബോധമായി, നിരാശയായി, ഡിപ്രഷനായി, തോൽവിയായി. ആ കൊച്ചിന്റെ ഭാവി നശിച്ചിട്ട് ഇപ്പൊ വിളിച്ചേക്കാം. വീട്ടിൽ നിന്ന് വിളിക്കുന്നു, അവൻ വിളിക്കുന്നു, അവള് വിളിക്കുന്നു, അപ്പം വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, പലരും വിളിക്കുന്നു. എന്ത് പറ്റും? എന്റെ മക്കളെ ലോകം ഇന്ന് വളരെ തിരുമന്ന. അതുകൊണ്ട് നമ്മുടെ മക്കള് ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി ജീവിക്കുന്നവരായി മാറണം. ഇന്ന് മക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം ഈ ഒരു കാരണമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ദേവാലയത്തില് പിതാവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിരുന്നുകൊണ്ട് കർത്താവിന്റെ ഹിതമറിഞ്ഞ് ജീവിക്കുന്ന മക്കളായിട്ട് ജീവിക്കണം. അതിന് കൂദാശ വേണം, പ്രാർത്ഥന വേണം, ദേവാലയ ബന്ധം വേണം. മക്കളെ, നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം എന്ന് പറഞ്ഞ് എന്തു വന്നാലും. കഴിഞ്ഞ ദിവസം മെജുഗോറിയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ സന്ദേശങ്ങൾ വായിച്ചപ്പോ യുവമക്കളോട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കളെ, എന്റെ മക്കളെ, യുവമക്കളെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ എന്ന പ്രത്യേകമാവിധം അലറി നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും മാധ്യമങ്ങള് മാതൃക കൊണ്ട്, ദുർമാതൃക കൊണ്ട്, ഒത്തിരിയേറെ പ്രൊമോഷൻസ്, റീലുകള്, കൂട്ടുകെട്ട്, എല്ലാം കൊണ്ടും നടക്കുന്നുണ്ട് പിശാച്. അതുകൊണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഒരു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോകാൻ ഒത്തിരി സാധ്യതയുള്ള കാലഘട്ടമാണ് നമ്മുടെ മക്കള്. അതുകൊണ്ട് മാതാപിതാക്കളെ കരങ്ങൾ വിരിച്ചു പിടിച്ച്, അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ, മോശയെ പോലെ യുദ്ധം ചെയ്ത മക്കൾക്ക് വേണ്ടി കരം വിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കൂട്ടായ്മയിൽ അനേക കാര്യങ്ങൾ കൂടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സാത്താൻ അതുപോലെ ഈ കാലഘട്ടത്തിൽ എന്നത്തെക്കാളുമേറെ നമ്മുടെ യുവമക്കളെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലത്തെ മക്കളുടെ ജപമാലയിൽ അനേക മക്കൾ വന്ന് പങ്കെടുത്തു. യുവമക്കൾക്ക് വേണ്ടി
ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും ഈ പ്രാർത്ഥന പൂർവാധികം അഭിഷേകത്തോടെ ശക്തിയോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. യുവമക്കളെ കുറച്ച് പേരൊക്കെ വന്നു. നമ്മുടെ ബാൻഡിന്റെ കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട യുവമക്കൾ, വചനം പ്രഘോഷിക്കുന്ന യുവമക്കൾ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുന്ന യുവമക്കൾ ഒരുമയോടെ നിന്ന് കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, പ്രഘോഷിക്കുന്ന, പാടുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ആരംഭം കുറിക്കുകയാണ്. കാർമൽ ബാൻഡ്, കാർമൽ യൂത്ത് വേവ്സിന്റെ അടിസ്ഥാനത്തിൽ കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് കാർമൽ ബാൻഡ് യൂത്ത് നമ്മൾ ആരംഭിക്കണം. പ്രാർത്ഥിക്കണം, മക്കളൊക്കെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ മക്കളെയും പാടാനും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുമുള്ള, വചന പ്രഘോഷിക്കാനുള്ള, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മനസ്സുള്ള മക്കളെയൊക്കെ നിങ്ങൾ ഈ ടീമിനോട്, കാർമൽ ധ്യാന കേന്ദ്രത്തോട് ചേർത്ത് നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ ദേവാലയത്തോടും ദൈവ ശുശ്രൂഷയോടും ദൈവികമായ കാര്യങ്ങൾ ചേർത്ത് നിർത്തിക്കോ. ബാക്കി എല്ലാത്തിലും മക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന് പ്രത്യേകമാ വിധത്തില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ നഷ്ടപ്പെട്ടു പോയപ്പോ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഏറ്റ ഏറ്റവും വലിയ വ്യാകുലത്തിന്റെ യോഗ്യതയാൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കണ്ണീരൊടുക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വേദനകൾ, അനേക മാതാപിതാക്കളുടെ വ്യാകുലങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരും നെടുവീർപ്പും ഇന്ന് നഷ്ടപ്പെട്ടു പോയ മക്കളെ ഓർത്താണല്ലോ. അങ്ങനെ വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ കണ്ണുനീരും വ്യാകുലങ്ങളും നൊമ്പരങ്ങളും പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തോട് ചേർത്ത്, പിതാവിന്റെ വ്യാകുലത്തോട് ചേർത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ അങ്ങയെ വിട്ട്, ഞങ്ങളുടെ കുടുംബം വിട്ട്, ഞങ്ങളുടെ വിട്ട് ലോകത്തിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ, കണ്ണി കണ്ട മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ പിന്നാലെ ഞങ്ങളുടെ മക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോ കർത്താവേ, ഞങ്ങളുടെ വേദന നൊമ്പരം എത്രയോ വലുതാണ്. ദേവാലയം വിട്ട്, കൂദാശ വിട്ട്, അങ്ങയെ വിട്ട്, വചനം വിട്ടൊക്കെ ഞങ്ങളുടെ മക്കള് പടിയിറങ്ങി നശിച്ചു പോകുമ്പോ യേശുവേ, ആ വേദനകള് എത്രയേറെ എണ്ണിയാ തീരാത്ത, അളക്കാൻ പറ്റാത്ത കണ്ണുനീരും വേദനകളും ദുഃഖഭാരങ്ങളുമാണ് കർത്താവേ ഈ മേഖലയില് ഞങ്ങളിലുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്, ഈ കൂട്ടായ്മയിലുള്ളത്. നോക്കിക്കേ, ഈ കൂട്ടായ്മയിൽ അനേകം മാതാപിതാക്കൾ മക്കൾ നഷ്ടപ്പെട്ടതിന് നൊമ്പരം പേറുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. പഠനത്തില്, ജീവിതത്തില്, ജോലിയില്, സ്വഭാവത്തില്, ഭാവി ജീവിതത്തില്, അവിടെ വിവാഹ ജീവിതത്തില് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ നോക്കിക്കേ, എല്ലാ വേദനകളും സമർപ്പിക്കും. മക്കൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള വേദന, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങിപ്പോയ മക്കൾ, മൊബൈലിനെ പിടിപ്പെട്ട് പഠനം മുടങ്ങിപ്പോകുന്ന മക്കൾ, എത്രയോ നല്ല ഭാവിയിൽ എത്തേണ്ട മക്കൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വേദനയിൽ നൊമ്പരപ്പെടുന്നവരെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരു ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത്തിരി വേദനയുടെ കർത്താവേ, അങ്ങയെ വിട്ട് ഞങ്ങൾ അനുസരിക്കാതെ, ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കാതെ പടിയിറങ്ങി കണ്ണി കണ്ടവന്റെ പിന്നാലെ പോകുന്ന മക്കൾ, ലഹരിയുടെ പിന്നാലെ പോകുന്ന മക്കൾ, മദ്യത്തിന്റെ പിന്നാലെ പോകുന്ന മക്കൾ, ജടിക പാപത്തിന്റെ പിന്നാലെ പോകുന്ന മക്കള്, നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കെണിപ്പെട്ടു പോയ മക്കൾ, ചില കെണിപ്പെട്ടു പോയി ഇഷ്ടപ്പെടാൻ പറ്റാത്ത വിധം കെണിപ്പെട്ടു പോയ മക്കൾ, അങ്ങേക്കല്ലാതെ മോചിപ്പിക്കാൻ പറ്റില്ല, അങ്ങേക്കല്ലാതെ രക്ഷിക്കാൻ പറ്റില്ല. യേശുവേ, കരുണയായിരിക്കണമേ, ഇടപെടണമേ. ഞങ്ങളുടെ മക്കളെ വീണ്ടും അങ്ങയിലേക്ക്, ദേവാലയത്തിലേക്ക്, കൂദാശയിലേക്ക്, പരിശുദ്ധിയിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. യേശുവേ, പ്രാർത്ഥിക്കും. മക്കളെ നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സാധാരണ അതുപോലെ നശിപ്പിക്കാൻ നടക്കുന്ന കാലഘട്ടമാണ്. വിശുദ്ധ അമ്മ മാതാവ് നെഞ്ചുകോരി പറഞ്ഞു, എന്നത്തെക്കാളും ഏറെ യുവമക്കളെ നശിപ്പിക്കാൻ പിശാച് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആലം സിംഹത്തെ പോലെ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ യേശുവേ. തിരുരക്തം കൊണ്ട് കോട്ട കെട്ടണമേ.
തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിന്റെ നീലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. യോസപിതാവിന്റെ പവിത്ര മേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് വളർത്തണമേ അപ്പാ. പരിതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ച് ദൈവം തന്ന മക്കളാ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. കർത്താവെ, നഷ്ടപ്പെട്ടു പോകാതിരിക്കണം ഞങ്ങളുടെ മക്കള്. നഷ്ടപ്പെട്ടു പോയ മക്കളെ അങ്ങ് തന്നെ തിരിച്ചു കൊണ്ടുവരണം. കെണികളിൽ പെട്ടുപോയ മക്കളെ കെണികൾ തകർത്തു കൊണ്ടുവരണം. വലയിൽ കുരുങ്ങിപ്പോയ മക്കളെ വലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഈശോയെ അങ്ങ് തിരിച്ചു കൊണ്ടുവരണം. അങ്ങയിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലേക്ക് എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും ആപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ ദിവ്യവരങ്ങൾ ചിന്തിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങ് രക്ഷിക്കണം, തിരിച്ചു കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ഞങ്ങളുടെ മക്കളുടെ മേൽ കൃപകൾ ചൊരിയണമേ, വരങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ തിരുമുമ്പിൽ സമർപ്പിച്ച് തിരുകരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിക്കും മക്കൾക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകാതെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കണമേ. ഈശോയെ, ഞങ്ങൾ കണ്ണീരോടും വേദനയോടും കൂടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരു മകനും മകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇതിനു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ,